നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSGയുടെ ക്യാമ്പ് വരുന്നു. കേരളത്തിന് പുറമെ അയോധ്യയിലും പഠാൻകോട്ടിലും NSG എത്തുന്നു. നിലവിൽ മുംബൈ, ഗാന്ധിനഗർ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലാണ് NSG ക്യാമ്പുകളുള്ളത്. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലും കേന്ദ്ര സർക്കാർ NSG ക്യാമ്പ് തുടങ്ങുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കരിമ്പൂച്ചകളെ കൊണ്ടുവരാനുള്ള സാഹചര്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് TG മോഹൻദാസ്, O അബ്ദുള്ള, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, NIA മുൻ SP TK രാജ്മോഹൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം TGയിൽ നിന്ന് ആരംഭിക്കുകയാണ്. TG, NSG കമാൻഡോസിനെ ബ്ലാക്ക് കാറ്റുകൾ അഥവാ കരിമ്പൂച്ചകൾ എന്നുകൂടി വിളിക്കാറുണ്ട്. പൊതുവെ ശാന്തിയും സമാധാനവും വിളയാടുന്നതായി നാം അവകാശപ്പെടുന്ന കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിൽ കരിമ്പൂച്ചകളെ ഇറക്കുന്നത് എന്തിനാവും? എന്താണ് TGയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ? അത് കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ ഈ നമ്മൾ ആശുപത്രി സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? ഒരുപാട് രോഗികളുള്ളപ്പോഴാണ്. ആശുപത്രി അനാരോഗ്യത്തിൻ്റെ ഒരു അടയാളമാണ്. NSG യൂണിറ്റ് ഇവിടെ ഭീകരവാദ പ്രവൃത്തികൾ നടക്കാൻ ഇടയുണ്ട് എന്നുള്ളതിൻ്റെ ഒരടയാളമാണ്. ഈ ഇടയുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിന് തെളിവ് എവിടെ എന്നൊക്കെ ചോദിച്ച് തർക്കിക്കാം. ഇറ്റ് ഈസ് ദ അസസ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അത് ഇൻ്റലിജൻസ് ബ്യൂറോ, മറ്റ് ഇൻപുട്സ്, മിലിറ്ററി ഇൻപുട്സ്, കോസ്റ്റ് ഗാർഡിൻ്റെ ഇൻപുട്സ്. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം പലപ്പോഴും, കേരളം ഒരു അതിർത്തി സംസ്ഥാനമാണ്. അതിർത്തി കടലായതുകൊണ്ട് നമുക്ക് നേരെ എതിരെ വേറൊരാൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ സേഫാണ്, വി ആർ ഓക്കെ, നോ പ്രോബ്ലം. അതിർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വടക്കാണ്. അപ്പോൾ ഈ ധാരണകളൊക്കെ തിരുത്തേണ്ട സമയമായിരിക്കുന്നു. നമ്മളും ഒരു അതിർത്തി സംസ്ഥാനമാണ്. കർണാടകം, ഗോവ, തമിഴ്നാട്, ഇതുപോലെ സീമാന്ധ്ര, ഇവരൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളാണ്. ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു. പണ്ടും ഇത് അതിർത്തി സംസ്ഥാനമൊക്കെ ആയിരുന്നു, പക്ഷേ ഈ വക ഉപദ്രവങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ നോക്കൂ, പത്താൻകോട്ട്, അയോധ്യ, കേരളം, ഈ 3 സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത്. പത്താൻകോട്ട് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള നമ്മുടെ വലിയ ആർമി ബേസുള്ള സ്ഥലമാണ് പത്താൻകോട്ട്. തീർച്ചയായിട്ടും അവിടെ NSG യൂണിറ്റ് തുടങ്ങുന്നതിനൊരു അർത്ഥമുണ്ട്. അയോധ്യ ഈ കഴിഞ്ഞ ഏകദേശം 90കൾ മുതൽ ഒരു അഗ്നിപർവ്വതമായിട്ട് മാറിയതാണ്. ഇപ്പോഴും ആ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല. ഒരുപാട് പേര് ശരി, അത് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തു, അത് അവരുടെയാണ്, അവർ അമ്പലവും കെട്ടി, ഇനിയിപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെ എണ്ണമാണ് കൂടുതൽ. പക്ഷേ കുറച്ച് പേർക്ക് ഇപ്പോഴും അത് ദഹിക്കുന്നില്ല. അവരതിനെ ബാബറി മസ്ജിദ് എന്ന് വിളിക്കണമെന്നും, അത് ഇപ്പോൾ നിൽക്കുന്ന അമ്പലം ശരിയല്ലെന്നും, അത് പൊളിക്കണമെന്നും, തിരിച്ച് ബാബറി മസ്ജിദ് പണിയണമെന്നും പ്രതിജ്ഞ എടുക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചെറുതാണെങ്കിലും ഒരു ഗ്രൂപ്പുണ്ട്. സോ അയോധ്യ ഈസ് എ സെൻസിറ്റീവ് പ്ലേസ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് കേരളം. കേരളത്തിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടുകൂടി ഈ പുറമേക്കുള്ള ആക്ടിവിറ്റി കുറേയധികം കുറഞ്ഞെങ്കിലും അകത്ത് ഇവർ ആക്റ്റീവാണ് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നും. അത് മുസ്ലിം ലീഗ് ചെയ്തു, CPM ചെയ്തു, കോൺഗ്രസ് ചെയ്തു. എന്നാലും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിന് ഈ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീൻ ഐക്യദാർഢ്യത്തിൽ മുസ്ലിം ലീഗുകാരോ ജമായത്തെ ഇസ്ലാമിയോ ആരോ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഹമാസിൻ്റെ ആൾക്കാരെയാണ്. ഈ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അതൊരു അപരാധമായി മാറുന്ന അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. വ്യക്തിപരമായിട്ട് ചിലരൊക്കെ അതിനോട് വിയോജിപ്പൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവാം. ബട്ട് പൊതുവെ ഹമാസ് ഒരു ഭീകര സംഘടനയായിട്ട് കേരളത്തിൽ കരുതപ്പെടുന്നില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടെക്നിക്കലി ഹമാസിനെ നിരോധിച്ചിട്ടില്ല. കാരണം ഹമാസ് ഒരു ഓപ്പറേറ്റിംഗ് സംഘടനയല്ല ഭാരതത്തിൽ. അതുകൊണ്ട് ഹമാസിനെ അതിൻ്റെ പേര് നിരോധന ലിസ്റ്റിൽ വന്നിട്ടില്ല.
എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇത് തുടങ്ങുമ്പോഴായിരിക്കും അവരെ നിരോധിക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിരോധിച്ചില്ല എന്ന് വിചാരിച്ചിട്ടൊരു സംഘടനയെ എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. ദ വേ ദേ ആർ ഓപ്പറേറ്റിംഗ് എൽസ്വെയർ, മറ്റ് രാജ്യങ്ങളിലൊക്കെ അവരുടെ പെരുമാറ്റം അത്യന്തം ഹീനമാണ്, ഭയജനകമാണ്. അപ്പോൾ അവരെ ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലിയും അംഗീകരിക്കുന്ന കുറച്ചു പേരെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളത് ആശങ്കയ്ക്ക് വകയല്ലേ. ഇതിൽ കവിഞ്ഞുള്ള ഇൻഫർമേഷൻ പബ്ലിക് ഡൊമൈനിൽ വരില്ല. അത് ഇൻ്റലിജൻസ് ഇൻഫർമേഷനാണ്. അതിൻ്റെ ബേസിസിലാണ് ഈ NSG യൂണിറ്റ് വരുന്നത് എന്ന് ഞാൻ കരുതുന്നു. ശ്രീ അബ്ദുള്ള, കേരളത്തിൽ കരുത്താർജിക്കുന്ന ഇസ്ലാമിക ഭീകരതയെ നേരിട്ട് പ്രതിരോധിക്കാനാണ് NSG വരുന്നത് എന്ന വാർത്തയും ഉണ്ട്. എന്തായിരിക്കാം കേരളത്തിൽ NSG ക്യാമ്പ് സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? നേരത്തെ സംസാരിച്ച PG മോഹൻദാസിനെ പോലുള്ള ആൾക്കാര് ഹമാസിനെ പോലെയുള്ള ഒരു സ്വതന്ത്ര ജനാധിപത്യ പോരാട്ട സംഘത്തെയൊക്കെ ഭീകര സംഘടനയായി മുദ്രകുത്തുകയും അവരൊക്കെ വലിയ ദുഷ്ടന്മാരാണെന്ന് വരുത്തി തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു പ്രതിരോധ നില ഉണ്ടാക്കിയാൽ മതിയാവില്ല. അപ്പോൾ ഓരോരുത്തരും തന്നെ മിലിറ്ററിയായി മാറേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ പറഞ്ഞ ഹമാസ് ഭീകര സംഘടന എന്നുള്ളത് ഏത് മാനദണ്ഡം വെച്ചാ ഹമാസ് ഭീകര സംഘടന എന്ന് പറയുന്നത്? ഹമാസ് ലോകത്തെ എവിടെയെങ്കിലും ഒരു വിമാനം റാഞ്ചിട്ടുണ്ടോ? ലോകത്തെ എവിടെയെങ്കിലും ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അന്യരാജ്യത്തെ ആക്രമിച്ചിട്ടുണ്ടോ? ആക്രമിക്കുന്നവരെ സഹായിച്ചിട്ടുണ്ടോ? ഹമാസ് എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാൻ, അഥവാ പലസ്തീനിൽ നിന്ന് അവർ ഉച്ചാരണം ചെയ്യപ്പെട്ടു, അവര് പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു, മരുഭൂമിയിൽ അലയേണ്ടി വന്നു. ആ ഘട്ടത്തിൽ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി കാണിച്ചെന്ന അതിവിശിഷ്ടമായ അഹിംസ രീതിയിലുള്ളതായ ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യ പോരാട്ടം ഒഴിച്ചു നിർത്തിയാൽ ലോകത്ത് നടന്നതായ ഒട്ടുമിക്ക പോരാട്ടങ്ങളും സ്വാതന്ത്ര്യ സമരങ്ങളിലും ഹിംസാത്മകമാണ്. ആജീര മുതൽക്കുള്ള എല്ലാം എടുത്തു നോക്ക്. അപ്പൊ ഹിംസാത്മകമായ ഒരു രീതിയിൽ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരൊക്കെ ഭീകരന്മാരും അതിഭീകര തീവ്രവാദികളും ഒക്കെ ആണ് ചിത്രീകരണം എന്ത് അടിസ്ഥാനത്തിലാണ്? അപ്പൊ അത് ഒന്നാമതായിട്ട് ഹമാസിനെ ഭീകര മുദ്ര കുത്തുന്ന മഹാ തെറ്റാണ്. അത് അദ്ദേഹം പിൻവലിക്കണം. അതുകൊണ്ട് അക്കാര്യത്തിൽ അദ്ദേഹത്തോട് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കും. ഏതെങ്കിലും വെസ്റ്റേൺ പത്രങ്ങൾ എന്തെങ്കിലും എഴുതി അത് മാത്രം വായിച്ചതൊക്കെ ശരിയാന്ന് പറഞ്ഞ് വിഴുകരുത്. ഹമാസ് ഒരു കാലഘട്ടത്തിലും എവിടെയും ഒരു ഭീകര പ്രവർത്തനം നടത്തിയിട്ടില്ല. അവര് ഇന്ന് മരുഭൂമിയിൽ അലയുകയാണ്. അലയുന്ന ആയിരക്കണക്കിന് പലസ്തീനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഏതെങ്കിലും രാജ്യത്ത് വെച്ച്, ഉദാഹരണത്തിന് ഖത്തർ, ഞാൻ താമസിക്കുന്ന സ്ഥലം, അവിടെ നിന്ന് പുറത്താക്കുമ്പോൾ അവരെ പുറത്താക്കി എങ്ങോട്ട് പുറത്താക്കും? അവർക്ക് സ്വന്തം രാജ്യമല്ല, എങ്ങോട്ടെങ്കിലും പോകാൻ പറയണ്ടേ? അതിനൊരു നിവൃത്തിയില്ല. പിന്നെ ഇറാഖിലെ ഡിസേർട്ടിലേക്കൊക്കെ ഒക്കെ ചെയ്യുക. അപ്പൊ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹമാസിനെ ഭീകരവാദികൾ എന്ന് പേരിടണമെങ്കിൽ എന്തായാലും മറുപടി പറയേണ്ടത്? അപ്പൊ ഓരോ ജനങ്ങളുടെയും ഇപ്പൊ നമ്മൾ ഇന്ത്യ പണ്ട് ബുദ്ധൻ ഇവിടെ ജനിച്ചിരുന്നു, അഹിംസയുടെ പ്രവാചകനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പണ്ടത്തെ കൊറിയ, വിയറ്റ്നാം എന്നൊക്കെയുള്ള ബുദ്ധന്മാർ ഇവിടെ വന്ന് ഇവിടെയാണ് ബുദ്ധഗയുള്ളത്, ബോധിവൃക്ഷമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ആൾക്കാർ ആട്ടി ഒഴിച്ച എന്തായിരിക്കും അവസ്ഥ? അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ അവിടെ ഉള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വന്നിട്ട് തങ്ങളല്ലാത്ത നമുക്ക് ഹമാസിനെ വിടാം. PFIയെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും PFIയുടെ പ്രേതം, നേരത്തെ TG സൂചന നൽകി, PFIയുടെ പ്രേതം വളരെ സജീവമായിട്ട് കേരള മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട ഇടത് വലത് മുന്നണികളുടെ ഭാഗമായി ആ മുന്നണികളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് കൃത്യമായിട്ട് അവരുടെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. അതൊരു വാസ്തവമല്ലേ? ഒരുപക്ഷെ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കില്ലേ NSG കേരളത്തിലോട്ട് വരുന്നത്? PSI എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? PFI ഫുൾ ഫോം പറയും. PFI എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. താങ്കളെ ഞാൻ പഠിപ്പിച്ചിരുന്നു അതൊക്കെ. PF എന്നുള്ള ഉച്ചാരണം ഞാൻ കേട്ടെടുത്തില്ല, സോറി, വെരി സോറി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ടു. അതിന്റെ ആൾക്കാർ, പ്രവർത്തകർ മുഴുവൻ ജയിലിലാണ്. അവരുടെ കുടുംബങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിയുന്നു. അവരിവിടെ എന്ത് ഭീകരാക്രമണം നടത്തിയത്? ഇവിടെ നേരത്തെയുള്ള നൂറ്റാണ്ട് പൂർത്തിയായ RSS എന്ന് പറയുന്ന ആൾക്കാർ, ഒരു വിഭാഗം,
അവരൊരു പ്രത്യേക വിഭാഗത്തെ മാർക്ക് ചെയ്യുകയും തെരഞ്ഞു പിടിച്ച് കൊല്ലുകയും എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആഭ്യന്തര ഗ്രൂപ്പ് എന്നതിൽ കവിഞ്ഞ് അവർ ആരോട് യുദ്ധം ചെയ്യാനുള്ളതാ. എന്ന് RSS അവരുടെ ഈ കത്തി അവരുടെ ഉറയിലിടുന്നു, അതോടുകൂടി PFI ഇല്ലാതാവും. PFI RSSനെ താരതമ്യം ചെയ്യാതെ അബ്ദുള്ള അതിന്റെ ഇഷ്ട RSSനെ താരതമ്യം എന്റെ ഇഷ്ട. RSS എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഇന്ത്യ രാജ്യത്ത് ഒരു ചില പ്രത്യേക സമുദായങ്ങളെ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ രാജ്യത്ത് ഉന്മൂലനം ചെയ്യുന്നത് അവരുടെ മറ്റേ പുസ്തകത്തിലുള്ളതാ. RSS എത്ര വിമാനങ്ങൾ റാഞ്ചിയിട്ടുണ്ട്? RSS എത്ര വിമാനങ്ങൾ റാഞ്ചിയിട്ടുണ്ട്? ക്രിസ്ത്യാനിയുടെ കാര്യം ഞാൻ പറഞ്ഞോളാം. ക്രിസ്ത്യാനിയുടെ കാര്യം ഞാൻ പറഞ്ഞോളാം. അത് നിങ്ങൾ പറയണ്ട. ക്രിസ്ത്യാനിയുടെ കാര്യം ഒന്നും വേണ്ട. ക്രിസ്ത്യാനിയുടെ അപ്പനാകല്ല. ക്രിസ്ത്യാനിയുടെ അപ്പനാകരുത്. പ്രൊഫസർ ഷാലി ഒരു നിമിഷം. അല്ല, നേരത്തെ അബ്ദുള്ള പറഞ്ഞത് തീവ്രവാദ സംഘടനകളാകണമെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ഇത്ര വിമാനങ്ങൾ റാഞ്ചിയെന്ന് താങ്കൾ തന്നെയാ പറഞ്ഞത്. RSS എത്ര വിമാനങ്ങൾ റാഞ്ചിയിട്ടുണ്ട്? വിമാനങ്ങൾ റാഞ്ചിയാലേ ഒന്ന് തീവ്രവാദ സംഘടന അർത്ഥമില്ല. താങ്കളുടെ കണ്ണിൽ വിമാനങ്ങൾ റാഞ്ചുന്ന സംഘടന കൂടിയാണല്ലോ തീവ്രവാദ സംഘടന, അല്ലേ? അല്ല, തീവ്രവാദ സംഘടനകളിൽ ചില ഉദാഹരണം പലസ്തീൻ ഇല്ലല്ലോ, അവർ നേരത്തെ വിമാനം റാഞ്ചിയിട്ടുണ്ട്. അതിലൊരു പ്രവർത്തനം ഇവർ ചെയ്തിട്ടില്ല. അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമൊക്കെ എങ്ങനെ ഈ തീവ്രവാദമാവുക? ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബുദ്ധിസ്റ്റുകൾ വന്നിട്ട് ഇത് ഞങ്ങളുടെ നാടാ എന്നൊക്കെ പറഞ്ഞ ഇവിടെയുള്ള അടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമങ്ങൾ നടത്തൂലേ? ആ ശ്രമങ്ങളൊക്കെ എങ്ങനെ ഭീകരതയാവുന്നത്? സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങൾ അവരുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന് എങ്ങനെ ഭീകരത എന്ന് പറയാം? ഇന്ത്യയിൽ മഹാത്മാഗാന്ധി അതിസുന്ദരമായ ഒരു അഹിംസാ സിദ്ധാന്തം കൊണ്ടുവരികയും അതിലൂടെ അദ്ദേഹം ബ്രിട്ടനിലേക്ക് വിട്ടുവയ്ക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളും അഹിംസാപൂർണമായിരിക്കും എന്ന് പറഞ്ഞത് ശരിയല്ല. ലോകത്ത് ഒറ്റ സമരം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അബ്ദുള്ള, താങ്കൾ പറഞ്ഞു വരുന്നത് NSGയുടെ ആവശ്യമില്ല എന്നാണോ? കേരളം സമാധാനപരമായി ജനങ്ങൾ ജീവിതം നയിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്നാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഇവിടുത്തെ ഒരുപാട് ഏജൻസികൾ, നമുക്കത് പാടില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടി ഉത്തരവാദി. ഈ രാജ്യം എത്രത്തോളം സുരക്ഷിതമാണ്, അത് ഇവിടെ വല്ല അപകടമുണ്ടോ എന്നത് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് പോറ്റുന്ന കുറെ ഏജൻസികളുണ്ട്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പല അപകടവും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണം. നമുക്ക് വളരെ പ്രധാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ രക്ഷ. ഈ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ 3000-ൽ പല കിലോമീറ്റർ ചൈന എന്ന് പറയുന്ന രാജ്യം കൈയടക്കി വെച്ച കാലത്രയായി. എന്താ അതിനെപ്പറ്റി ഒരു അക്ഷരം ഇവിടെ പറയാത്തത്? 3000-ൽ പല കിലോമീറ്റർ, മീറ്റർ അല്ല കിലോമീറ്റർ ചൈനയുടെ കയ്യിലാ. അത് എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച വിഷയമാവാത്തത്? എന്തുകൊണ്ടത് തിരിച്ചു പിടിക്കാൻ പറ്റി ചിന്തിക്കുന്നില്ല? അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ പേരിൽ ആളെ കൂടിയല്ല. അപ്പൊ രാജ്യത്തിന്റെ ഭദ്രത, സുരക്ഷിതത്വം വളരെ എന്ത് വില കൊടുത്തും അത് നിലനിർത്തണം. അതിന് ഇങ്ങനത്തെ ഒരു മിലിറ്ററി ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി തന്നെ വേണം. യെസ്. അപ്പോൾ NSG വരുന്നതിനെ താങ്കൾ എതിർക്കുന്നില്ല, അത്തരം സേനകൾ ആവശ്യമാണ് എന്നാണ് താങ്കളുടെ പക്ഷം. ഓക്കെ. ശ്രീ രാജ്മോഹൻ, ഇന്ത്യ 2047 എന്ന പദ്ധതിയിലൂടെ നിരോധിക്കപ്പെട്ട PFI ലക്ഷ്യമിട്ടത് ഇസ്ലാമിക രാഷ്ട്രമാണ്. കേരളം കേന്ദ്രീകരിച്ച് ഇതിനായുള്ള ആസൂത്രണം സജീവമായി ഇപ്പോഴും നടക്കുന്നുണ്ട്. നോക്കൂ, ലക്ഷദ്വീപും വടക്കൻ കേരളവും സമീപ കാലത്ത് തന്നെ ഇസ്ലാമിക ദേശങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം ഊർജിതമായി നടന്നു. ഇതിലൂടെ മുഴുവൻ രാജ്യത്തെയും ഇസ്ലാമികവൽക്കരിക്കുകയാണ് ലക്ഷ്യം. ആഗോള ഭീകരവാദ ശക്തികൾ കേരളത്തിൽ വേരുറപ്പിക്കുന്ന സാഹചര്യത്തിൽ NSG ക്യാമ്പ് കേരളത്തിൽ അനിവാര്യമല്ലേ? ഇതായിരിക്കും ഒരുപക്ഷെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇസ്ലാമിക ഭീകരവാദം ചെറുക്കുക, അതിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുക, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരിക്കും ഒരുപക്ഷെ NSG ക്യാമ്പ് തുടങ്ങുന്നത്. അത് ഈ ഒരു കാരണം മാത്രം, മറ്റ് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നേരത്തെ ഈ ക്രോസ് ബോർഡർ ടെററിസത്തെക്കുറിച്ചൊക്കെ ചെറിയ പരാമർശങ്ങൾ ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. മറ്റെന്തൊക്കെ കാരണങ്ങളായിരിക്കും ഇതുപോലുള്ള ഒരു കേന്ദ്ര സേനയുടെ ക്യാമ്പ് ഒരു സംസ്ഥാനത്ത് തുടങ്ങാൻ
എന്തൊക്കെയായിരിക്കും അതിൻ്റെ മറ്റ് കാരണങ്ങൾ? തീർച്ചയായിട്ടും ഈ NSG ഒരു ക്യാമ്പ് അല്ലാതെ ഒരു ഹബ്ബ് വരുന്നത്, റീജിയണൽ ഹബ്ബ് വരുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മളൊക്കെ വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. നമ്മളൊക്കെ വെൽക്കം ചെയ്യണം. കാരണം കേരളത്തിലും കൂടെ ഒരു പുതിയ ഒരു റീജിയണൽ സെന്റർ വരാൻ പോവാണ്. അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് വെച്ചിട്ട് ഇപ്പം 5 സെന്ററാണ് ഉള്ളത്. ഹെഡ്ക്വാർട്ടർ കൂടാതെ ഹെഡ്ക്വാർട്ടർക്ക് 5 സെന്ററാണ് ഉള്ളത്. അത് ഒന്ന് ചെന്നൈയിലാണ്, ഒന്ന് മുംബൈയിലാണ്, മറ്റൊന്ന് കൽക്കട്ടയിലാണ്, ഒന്നുള്ളത് ഗാന്ധിനഗറിലാണ്. 5ാമത്തത് ഓപ്പൺ ചെയ്യുന്നതാണ്. അവിടെ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിവരം. ഇപ്പോഴേ 6ാമത്തത് ആണ് ഇപ്പം അയോധ്യയിൽ വരാൻ പോകുന്നത്. 7ാമത്തെ പത്താൻകോട്ടിൽ, 8ാമത്തെയാണ് കേരളത്തിൽ വരാൻ പോകുന്നതാണ് എൻ്റെ മൈ നോളജ്. തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു സെന്റർ വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ റീജിയണൽ ഹബ്ബ് വരുന്നത്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യയിലത്തെ ആന്റി ടെറർ ഫോഴ്സാണ്. NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ബ്ലാക്ക് കാറ്റ്സ്. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ, വെരി എഫിഷ്യന്റ് ആയ ഒരു ഫോഴ്സ്, എലൈറ്റ് ഫോഴ്സ് ആണത്. വേൾഡില് ബെസ്റ്റ് 10ൽ വരുന്നത്. അതായത് വി സ്റ്റാൻഡ് അബൌട്ട് 5 or 6, 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ ഉള്ളൊരു ഔട്ട് ഓഫ് 10 വേൾഡിൽ തന്നെ വളരെ ബെസ്റ്റ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ NSG. അപ്പൊ അത്തരത്തിലുള്ള വളരെ എഫിഷ്യന്റ് ആയ ഒരു ഓർഗനൈസേഷൻ ഇവിടെ വരുന്നത് എന്തുകൊണ്ടും നമുക്കൊക്കെ അഭിമാനം കൂടിയാണ്. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ടല്ലോ. കാരണം അതേ ഗവൺമെന്റ് പല കാരണങ്ങൾ കണ്ടിരിക്കാം. ഒന്ന് തീവ്രവാദം തന്നെയാണ്, ഒന്ന് ഇസ്ലാമിക് തീവ്രവാദം തന്നെയാണ്. അതിൽ നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. കൂടാതെ നമ്മുടെ നേരത്തെ ഇതിലത്തെ ഒരു ഗസ്റ്റ് പറഞ്ഞ മാതിരി നമ്മുടെ ഈ വൾണറബിൾ പൊസിഷൻ, അതായത് നമ്മളെ ആയിട്ട് ചേർന്നാണ് മറ്റ് രാജ്യങ്ങൾ. ഇപ്പം മാലി ദ്വീപ് അതിന്റെ ഇഷ്യൂസ്, ഇപ്പോൾ ശ്രീലങ്ക ചൈന കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ, പിന്നെ മറ്റ് ഈ അറേബ്യൻ ബംഗാൾ ഉൾക്കടൽ സീയിൽ കൂടി വരുന്ന അറ്റാക്ക്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു സ്ഥലവും കൂടിയാണ് നമ്മൾ. പിന്നെ അതുകൂടാതെ എല്ലാ തരത്തിലുള്ള പല തരത്തിലുള്ള പല സംവിധാനങ്ങളും ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ കൂടി നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി വൾണറബിൾ ആക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിരിക്കും തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. വളരെ ശ്ലാഘനീയമാണ്. ഈ ഓർഗനൈസേഷൻ തന്നെ അതിന്റെ മോട്ടോ തന്നെ വളരെ ക്ലിയർ ആണ്. അതായത് ഈ അത്ര സെക്യൂരിറ്റി, എല്ലാവർക്കും സെക്യൂരിറ്റി സംവിധാനമാണ്. അതിന്റെ മോട്ടോ പറയാന്ന് വെച്ചാല് ഈ സർവോത്തം സുരക്ഷ, അതാണ് അതിന്റെ മോട്ടോ തന്നെ. അതിന്റെ ഒരു 0 ടോളറൻസ് ആണ്. അതായത് പക്ക എന്താണ് പറയേണ്ടത്, 0 ലെവലിലെ എല്ലാ ലെവലിലും നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ ഒരു ഫോഴ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഫോഴ്സിൽ ആർമിയിലത്തെ ആൾക്കാരുണ്ട്, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലെ ആൾക്കാരുണ്ട്, സ്റ്റേറ്റ് പോലീസ് ഓർഗനൈസേഷനിലെ ആൾക്കാരുണ്ട്. വളരെ എഫിഷ്യന്റ് ആയ എലൈറ്റ് ഫോഴ്സ് ആണ് ഇത് ക്രോഡീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഇവര് എല്ലാ ആന്റി ടെററിസ്റ്റ് ആക്ടിവിറ്റിയും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ആക്ച്വലി ഫോം ചെയ്ത് 84-ൽ, അതായത് 36 വർഷമായി ഇപ്പൊ ഇത് ഫോം ചെയ്തിട്ട്. അത് ആക്ച്വലി ഇത് ആദ്യമായിട്ട് ഫോം ചെയ്ത് പഞ്ചാബിലത്തെ മിലിറ്റൻസിനെതിരായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് സ്ഥാപിച്ചത്. അതിനുശേഷം ഇത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടായി. 36 വർഷം കൊണ്ട് ഈ ഓർഗനൈസേഷൻ വല്ലാണ്ട് വളർന്നു എന്ന് മാത്രമല്ല, ഇന്ത്യന്റെ എല്ലാ കോർണറിലും അവരുടെ ആക്ടിവിറ്റി എത്തപ്പെടാൻ പറ്റി. പിന്നെ നമ്മൾ അതിൽ കുറച്ചും കൂടെ ഒരു സെൻട്രലൈസ്ഡ് ഫോഴ്സ് ആയിരുന്നു ഇത്. ഈ 26/11, അതായത് മുംബൈ ബ്ലാസ്റ്റിന് മുന്നേ ഇതൊരു സെൻട്രലൈസ്ഡ് ഫോഴ്സ് ആണ്. അവർക്ക് എല്ലാ സമയത്തും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് റീജിയണൽ ഹബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയുള്ള റീജിയണൽ ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചെന്നൈയിൽ ഒരു ഹബ്ബ് സ്റ്റാർട്ട് ചെയ്തു. ആ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ എത്തണമെന്ന് സമയമെടുക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ വന്നപ്പോൾ ഈ കേരളം ബാക്കിയുള്ള ബാംഗ്ലൂര്, കർണാടക, ബാക്കി തമിഴ്നാട്ടിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഏരിയ കുറെ കൂടി ആക്സബിലിറ്റി കൂടെ വരും. എന്തെങ്കിലും ടെറർ സംബന്ധമായ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും, എന്തെങ്കിലും ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് NSG കൂടെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് NSG എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ്. NSG എന്ന് പറഞ്ഞാൽ അത്രത്തോളം എലൈറ്റ് ഫോഴ്സ് ആണ്. അവർ അത്രത്തോളം ട്രെയിൻഡ് ആണ്. പിന്നെ കൂടാതെ അവർ എല്ലാ തരത്തിലുള്ള ഈ കെമിക്കൽ വാറായാലും ശരി, എക്സ്പ്ലോസീവ് വാറായാലും ശരി, ഇത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സ്, എല്ലാ ടൈപ്പ് ആന്റി ടെററിസ്റ്റ് ആക്ടിവിറ്റിക്കും പ്രിപ്പയർഡ് ആയ ഒരു ഏജൻസിയാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തില് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ വരുന്നത് നമുക്കൊക്കെ അത് എവിടെയാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കാലിക്കറ്റൊക്കെ ആണെങ്കിൽ അതിന് വളരെ ഏരിയാസ് ഉണ്ട്. 10-40 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ കാലിക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ എഫിഷ്യന്റ് ആയി, വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓർഗനൈസേഷൻ കൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ തന്നെയാണ്. കൂടാതെ നമ്മുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും
നമ്മുടെ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം കുറെ കൂടി ത്വരിതഗതിയിലാക്കാൻ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സഹായിക്കും. കൂടാതെ നമ്മുടെ മലയാളികളായ ഒരുപാട് ഓഫീസേഴ്സും എഫിഷ്യന്റ് ആയ വളരെ കരുത്തുറ്റ വളരെ സ്മാർട്ടായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ശരി, കോൺസ്റ്റബിൾ ലെവലിലായാലും ശരി, IPS ലെവലിലായാലും ശരി, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യൻ പോലീസ് ഫോഴ്സിലുണ്ട്, സെൻട്രൽ പോലീസ് ഫോഴ്സിലുണ്ട്. അവർക്കൊക്കെ കൂടി ഒരു ഗൃഹാതുരത്വത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റും എന്നുകൂടി ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നല്ലൊരു കാര്യമാണ്, അത് വളരെ വെൽക്കം ചെയ്യുന്നത്. ഈ തീരുമാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പാക്കൊണ്ട് 10-ാം കോടിന്റെ കൂടെ തന്നെ കേരളത്തിനോട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സംവിധാനം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. അല്ല ശ്രീ രാജ്മോഹൻ, എന്തായാലും കേരള പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലേക്ക് ആളെ അങ്ങോട്ടേക്ക് വിടില്ലല്ലോ അല്ലേ? അല്ല, അത് പറ്റും. കാരണം എല്ലാ സ്റ്റേറ്റ് ഫോഴ്സും കൂടെ കാരണം ഇതിൽ ബേസിക് ആയിട്ട് 2 ടൈപ്പാണുള്ളത്. ഇതിൽ ഒരു റേഞ്ചർ ഫോഴ്സും ഉണ്ട്, ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും ഉണ്ട്. ഈ സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആർമിന്ന് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഈ റേഞ്ചർ ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റ് ഫോഴ്സ് എന്നും സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ സർവ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ മനസ്സിലാവും ദേശസ്നേഹം, അവരുടെ നമ്മുടെ രാജ്യത്തോടുള്ള, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തോടുള്ള ആ ദേശസ്നേഹത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ ഇതിലേക്ക് വന്ന് ജോലി ചെയ്യുന്നത്. അവർക്ക് എല്ലാറ്റിനും മുകളിൽ അവരുടെ മദർലാൻഡാണ്, അതിനുവേണ്ടി മരിക്കാനും അവർ തയ്യാറാണ്. അത്തരത്തിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് കോൺസ്റ്റബിൾസ് ഉണ്ട്, ഒരുപാട് മിഡിൽ ലെവൽ ഓഫീസേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇതിൽ ഫംഗ്ഷൻ ചെയ്യാനും വളരെ ആത്മാർത്ഥമായിട്ട് ജീവൻ മറന്ന് പോരാടാനും പറ്റും. അതിൽ ഏറ്റവും ഉദാഹരണമാണ് മലയാളിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ. നമുക്കൊക്കെ അറിയാം അദ്ദേഹം എങ്ങനെയാണ് രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവൻ ബലിദാനം ചെയ്തതെന്ന്. അത്തരത്തിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് കൂടിയാണ് ഈ ഓർഗനൈസേഷൻ കുറെ കൂടി ഇന്ത്യയുടെ പല ഭാഗത്തിലും സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് കൂടി നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, കേരളം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്രദേശമാണ്, ഫനറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്ന് അടിവരയിടുകയല്ലേ കേന്ദ്രം ഇങ്ങനെ NSGയുടെ ഒരു ക്യാമ്പ് ഇവിടെ തുറക്കുന്നതിലൂടെ? അതെ, ഞാൻ 2020 സെപ്റ്റംബറിൽ സെഡിഷൻ, അതായത് കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനുള്ള നടപടികൾ 10-25 വർഷമായിട്ട് നടക്കുന്നുണ്ട്. അത് വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്ന് കേന്ദ്രത്തിന് പരാതി കൊടുത്തിരുന്നു. അത് അവർ പരിഗണിക്കുകയും 2 പ്രാവശ്യം മൊഴിയെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിലെ പല കുറ്റവാളികളെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കേസുകളെയെല്ലാം കൃത്യമായി ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്യാമ്പ് കൊണ്ടുവരുന്നതിന്റെ അർത്ഥം കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെന്നുള്ള കൃത്യമായ ഉറപ്പ് കേന്ദ്രത്തിനുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഭീകരവാദത്തിൽ കൂടെ ആയിരിക്കും. ആദ്യം ഒരു ചുവന്ന രാജ്യം, പിന്നെ കുറെ കഴിഞ്ഞു കഴിയുമ്പം പിന്നെ അത് പച്ചയായിട്ട് മാറുന്നു. ഇതാണ് അതിന്റെ തീം. അപ്പൊ ആദ്യം അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും കൂടെ ചേർന്ന് ഇത് കേരളമാണെന്ന് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ബാക്കി 27 സംസ്ഥാനക്കാരും അത് പറയുന്നില്ല. ഇത് മഹാരാഷ്ട്രയാണ്, ഇത് ഒറീസയാണ്, ഇത് മധ്യപ്രദേശാണ് എന്നൊന്നും ആരും പറയുന്നില്ല. ഈ കേരളത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ ഇത് കേരളമാണ്. അതായത് ഇന്ത്യയിൽ നിന്നും വേറിട്ട് കേരളത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമം പല കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, അതായത് ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സെഡിഷന് ഒരു ഗതിവേഗം കൂടി. ഏകദേശം 180 രാജ്യങ്ങളിൽ കേരളത്തിന്റെ ഷാഡോ എംബസി, ലോക കേരള സഭ, കേരളത്തിന്റെ അംബാസഡർ, പിന്നെ ഈ കോവിഡ് കാലത്ത് കേരളത്തിന്റെ അതിർത്തികൾ ഒരു പ്രത്യേക രീതിയിൽ, ഇപ്പൊ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിലോ ജീവിക്കുന്ന ഒരു മലയാളിക്ക് കേരളത്തിലോട്ട് കടക്കാൻ മേലാത്ത രീതിയിലുള്ള ചില സംവിധാനങ്ങൾ, വിസയും പാസ്പോർട്ടും പോലെയുള്ള സംവിധാനങ്ങൾ പല രാജ്യങ്ങളും, അതായത് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫിലും മറ്റു പല രാജ്യങ്ങളിലും താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ജിഹാദിയുടെയും ഒക്കെ അനുയായികൾ അടുത്ത പ്രാവശ്യം നമ്മൾ പോയിട്ട് വരുമ്പം ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതെ കേരളത്തിന്റെ പാസ്പോർട്ടിൽ തന്നെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയായിരുന്നു ഒരു 2018 ആയപ്പോഴത്തേക്കും. അപ്പൊ അതിന് ആ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയാണ് NSG വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ കഥകളി കാണാൻ വന്നൊന്നുമല്ല. അത് വളരെ കൃത്യമായിട്ട്. ഇനി ഇതിനും പുറമെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഇപ്പൊ അഗ്നിവീർ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ 10-25 പേര് അബ്സോർബ്ഡ് ആവും. ബാക്കിയുള്ളവരെ എല്ലാ ബൂത്ത് ലെവലിലും വില്ലേജ് ലെവലിലും വരും. കാരണം കേരളത്തിലെ ദുഷ്ടശക്തികൾ പ്ലാൻ ചെയ്തത് അവല് മലര് കുന്തിരിക്കം പരിപാടി തന്നെയാണ്. 1921 വാര്യംകുന്നൻ ചെയ്ത പോലെയുള്ള അവല് മലര് കുന്തിരിക്കം പരിപാടി തന്നെയാണ് കേരളത്തിലെ ഇടതു വലത് ജിഹാദി എക്കോസിസ്റ്റം പ്ലാൻ ചെയ്തത്. അതിന് ഇപ്പം 1-2 ജനം TVയോ ജന്മഭൂമിയോ പോലെ 1-2 മീഡിയ ഒഴിച്ചുള്ള കേരളത്തിലെ മീഡിയകൾ കംപ്ലീറ്റ്
JNUവിലെ ആസാദ് കേരളം വിളിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള എല്ലാ മീഡിയകളും JNUവിൽ 2015 കേരൾ മാംഗെ ആസാദി എന്ന് വിളിച്ചപ്പോഴാണ് പലർക്കും ഇതിന്റെ പുറത്തുള്ള ഈ കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേറിട്ട് കാണാനുള്ള പരിപാടിക്ക് ഒത്തിരി പേരുടെ പിന്തുണയുണ്ട്, ഒത്തിരി പേര് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇടതു വലത് മുന്നണികളുണ്ട്, കേരളത്തിലെ മീഡിയകളുണ്ട്, കേരളത്തിലെ പല നിഗൂഢ ശക്തികളുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ NRIs, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ചില കുറുക്കന്മാരുണ്ട്. അപ്പൊ ഇവരെ എല്ലാം കേന്ദ്രം കൃത്യമായിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നടപടി എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ പല തെളിവുകളും, കാരണം നടപടിയെടുത്ത് കോടതിയിൽ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ അത് വേറെ ലെവലിൽ വേണം, അല്ലാതെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമില്ല എന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ലക്ഷദ്വീപിൽ ഇപ്പം നാവികതാവളവും വ്യോമതാവളവും വരുന്നുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞു ഓൾറെഡി. കേരളത്തിന്റെ അകത്തും പുറത്തും കേരളത്തിന്റെ അതിർത്തികളിലും സൈനിക സാന്നിധ്യം, അത് നേവിയുടെ ആണെങ്കിലും ആർമിയുടെ ആണെങ്കിലും എയർഫോഴ്സിന്റെ ആണെങ്കിലും യുദ്ധവിമാനങ്ങളുടെ ആണെങ്കിലും സാന്നിധ്യം കൃത്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം, ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ മാലിന്യം ഒരു നടക്ക് പോകത്തില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ട് അറിയാം. ഇത് ഒരു ഏറ്റുമുട്ടലിൽ കൂടിയേ പോകത്തുള്ളൂ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ജയിച്ചേ പറ്റത്തുള്ളൂ, ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ NSG ഒക്കെ വരുന്നത്. അപ്പൊ ഈ NSG ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അവന് മലര് കുന്തിരിക്കുമൊക്കെ ഇതിന് മുമ്പിൽ തന്നെ നടപ്പിലാക്കിയാണ്. ഇവരെ സെപ്റ്റംബർ 22, 2022 അകത്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. ഇപ്പം ഇവർക്കൊക്കെ എപ്പോഴാണ് ജാമ്യം കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കോടതികളൊക്കെ ഇവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ വീട്ടിൽ കല്യാണം ഉണ്ട്, മരിച്ചിടക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂത്രത്തിൽ ജാമ്യം കൊടുത്ത് വിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് വരെ ഇപ്പൊ ജാമ്യം കിട്ടുമെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ വരാൻ ലേറ്റ് ആയി. 1921 ഗൂർഖ സൈന്യമൊക്കെ വരാൻ ലേറ്റ് ആയി. ഇപ്രാവശ്യം അവിടെ ലേറ്റ് വരാൻ പാടില്ല, ഉടനടി തന്നെ. അതായത് ഇവിടെ എന്തെങ്കിലും അക്രമം തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ തിരിച്ചടി കൊടുക്കാനുള്ള മറ്റേ നമ്മുടെ നേരത്തെ കേരളത്തിന്റെ പാർട്ടി ഓഫീസിൽ ബോംബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങേര് പറഞ്ഞു പാടത്ത് വർക്ക് വരമ്പത്ത് കൂലിയോ അങ്ങനെ എങ്ങാണ്ട്, അതുപോലെ പാടത്ത് ജോലി വരമ്പത്ത് കൂലി, അതുപോലത്തെ ഒരു പരിപാടിക്ക് വേണ്ടി തന്നെയാണ് NSG വന്നിരിക്കുന്നത്, അല്ലാതെ അവിടെ ഉണ്ടുറങ്ങി കഴിയാനല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം, കേരളത്തിലുള്ള ഈ വിഘടനവാദികള്, തീവ്രവാദികള് കേരളത്തെ ഇന്ത്യയിൽ നിന്നും മാറ്റാം, ഭാരതമാതാവിന്റെ വലതുകാല് സൂത്രത്തിൽ വെട്ടാം, ഭാരതമാതാവിന്റെ സാരി വലിച്ചു പറിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാര് നിർത്തിയാൽ അവർക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെ വിരട്ടാം, കേന്ദ്ര ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താം, അന്താരാഷ്ട്ര പ്രഷർ ഉണ്ടാക്കാം, ഇതൊന്നും നടക്കുകയല്ല. ഇനി ഞാൻ കൃത്യമായിട്ട് ഈ കാര്യത്തിലെ കേന്ദ്ര ഗവൺമെന്റിന് ഇവരുടെ പ്ലാനുകൾ ഈ 1999 കാലഘട്ടത്തിലാണ് ഈ കേരളത്തെ വിഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 98-99 കാലഘട്ടത്തിലാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. അതിനൊരു ഗതിവേഗം സംഭവിച്ചത് 2004-2014 UPA മാഫിയ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ ഈ തീവ്രവാദ സംഘടനകളെയും വിഘടനവാദികളെയും കയറൂരി വിട്ടത് കാരണം, നക്സല്, ജിഹാദി അങ്ങനെയുള്ള എല്ലാ ടീമുകളെയും കയറൂരി വിട്ടത് കാരണം അവർക്കൊരു ഹോൾഡ് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റി, ഇൻഫ്ര ഉണ്ടാക്കാൻ പറ്റി, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും റാഡിക്കലൈസ് ചെയ്യാനും പറ്റി. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഏതെങ്കിലും ഒരു മതം മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ അലയൻസിലെ എല്ലാ ചെറുകക്ഷികളും എല്ലാ കമ്പോണൻസും ഈ വിഘടനവാദത്തിന്റെ പുറകിലുണ്ട്. സ്വതന്ത്രമായിട്ട് ഈ സ്റ്റേറ്റുകളെ എല്ലാം സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ വിഘടിപ്പിക്കണം, അതായത് കട്ട് ചെയ്ത് ബ്ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ടീമുകളും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് കേന്ദ്രം എടുത്തിരിക്കുന്ന നടപടിയെ സ്വാഗതം ചെയ്യുന്നു. അത് ഇത് ഒരിടത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഇത് ആരംഭിക്കേണ്ടതാണ്. കാരണം അത് ആ നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. അതായത് അമ്പലനടയിൽ കെട്ടിത്തൂക്കും, കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്നും പറഞ്ഞ് ലീഗുകാർ കാസർഗോഡ് ജാഥ നടത്തി. വല്ല നടപടി എടുത്തോ? ഒന്നും നടപടി എടുത്തില്ല. പക്ഷേ അതിന്റെ വിഷ്വൽസ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുത്ത് കൃത്യമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. കേന്ദ്രത്തിന് ഒരു സംശയവും കൂടി ഉണ്ട്. കാരണം കേരളത്തിൽ വിഘടനവാദം ഉണ്ടായാൽ ഈ SFIയിലും KSUവിലും ഈ UPA സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചവരാണ് നമ്മുടെ പോലീസുകാരായിട്ടിരിക്കുന്നത്. അവരിൽ എത്ര പേര് രാജ്യത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിലും ചിലപ്പോൾ ഒരു കുഞ്ഞു സംശയം കാണും. അതുകൊണ്ടും കൂടെ ആയിരിക്കും NSG ഇത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നതെന്നാണ്. കേരളത്തിലെ ഫോഴ്സ് രാജ്യത്തിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട ചുമതലയും കേന്ദ്ര ഗവൺമെന്റിനുണ്ടല്ലോ. അവർ ചിലപ്പോൾ അതും പരിശോധിച്ചിട്ട് കാണും. കാരണം ഇവിടെ ഇതുപോലെ വിഘടനവാദം തഴച്ചു വളരുന്നത് കേരളത്തിലെ പോലീസിന്റെ കഴിവുകേടോ പിന്തുണയോ കൊണ്ടാണ്. ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഗവൺമെന്റിനെയും പ്രതിപക്ഷത്തിനെയും മീഡിയയും മാത്രമല്ല, ഈ തീവ്രവാദത്തിനെതിരെ നടപടി എടുക്കേണ്ടതിന് പകരം തീവ്രവാദം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയാണ് കേരള പോലീസ് കൂടുതൽ കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപ്പറ്റി ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കേസ് വന്ന ഒരാള്
ഇതിന്റെ ഇൻസ്പെക്ടറോട് ചോദിച്ചു, എന്നാ സൈബർ ക്രൈം ഇൻസ്പെക്ടറോട് ചോദിച്ചും പറയാ, എന്റെ പൊന്നി ചേട്ടാ എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ വന്നു ചേട്ടന്റെ പേരിൽ കേസ് എടുക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ കേസെടുത്തു. ഒരു സർക്കിൾ പറഞ്ഞ മറുപടിയാണ്. ഓർത്തോണം. ഇതാണ് അല്ല പ്രൊഫസർ സ്റ്റാൻലി സർ, പക്ഷേ എനിക്കെതിരെ ഒരു കേസുണ്ട് കേട്ടോ, അങ്കമാലി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട്. എന്തിനാ കേസെടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ അവര് പറയുന്നത്, പോലീസുകാരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു, സാറേ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ കോൾ വരുന്നു, നിങ്ങൾക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ കോടതി വാദിച്ചോളുക അല്ല ഫൈൻ അടച്ചോളുക. ഇതാണ് ഇവര്. നമുക്ക് കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ ഈ പോലീസ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുമോ? ഒന്നും തരത്തില്ല. മുങ്ങും. അതുകൊണ്ട് തന്നെയാണ് NST വന്നിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെയോ ഇവിടുത്തെ പോലീസിനെയോ കേരളത്തിൽ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങളെ ഒന്നും കേന്ദ്ര ഗവൺമെന്റോ വിവരമുള്ള ആൾക്കാർ ആരും വിശ്വസിക്കുന്നില്ല. കാരണം അവര് ഈ വിഘടനവാദികൾ നടത്തുന്ന അക്രമത്തിൽ ഒന്നുകിൽ ന്യൂട്രൽ അടിക്കും അല്ലെ കൂടെ കൂടും. അതുകൊണ്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ സൈന്യങ്ങളും കൂടുതൽ ആൾക്കാരും ഇനിയും എത്തിച്ചേരും ഉടനെ തന്നെ. അതിനുവേണ്ടി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നു. കാരണം കേന്ദ്രം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, TG മോഹൻദാസ്, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഭീകര വിരുദ്ധ സ്ക്വാഡ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരള പോലീസിൻ്റെ അണ്ടറിൽ. പക്ഷേ അവർ സജീവമായിട്ടൊന്നും ഒരു വിഷയത്തിലും ഇടപെടുന്നില്ല. അവരെ കൃത്യമായി നിയന്ത്രിച്ചിരിക്കുകയാണ് ഭരണകൂടം. ഇപ്പോൾ കേരളത്തെ വിഘടിപ്പിക്കുന്ന ചില നീക്കങ്ങൾ, ഉദാഹരണത്തിന് കട്ടിംഗ് സൗത്ത്, അതൊക്കെ സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി, സർക്കാരിൻ്റെ പൂർണ്ണമായ അനുഗ്രഹാശിസ്സുകളോടെയാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ, അത്തരത്തിലുള്ളൊരു പരിപാടി ഒക്കെ നമ്മുടെ മലബാറിൽ സംഘടിപ്പിച്ചത്, കട്ടിംഗ് സൗത്ത്. അപ്പോൾ ഭരണകൂടം കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ, അതായത് തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിൽ ഭരണകൂടം ഫലപ്രദമായ ഇടപെടൽ നടത്താത്തത് കൊണ്ടല്ലേ കേന്ദ്രത്തിന് NSG പോലുള്ള സേനകളെ രംഗത്തിറക്കേണ്ടി വരുന്നത്? അത് മാത്രമല്ല, ഈ കേരളത്തിലെ ഭരണകൂടം തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് എതിർക്കാറുണ്ട്. അത് നക്സലൈറ്റുകളായിരിക്കണം, മാവോവാദികളായിരിക്കണം, അവരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യും. ബട്ട് ഇപ്പുറത്തുള്ള ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തുള്ള ജമായത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഈ വക ചിന്താഗതിയുള്ള ആൾക്കാർ ചെയ്യുന്നതിനൊക്കെ പിണറായി വിജയൻ ഒത്താശ ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുന്നവരാണ് മാവോവാദികൾ. പക്ഷേ അവരെ ഏറ്റവും നിഷ്ഠൂരമായിട്ട് നേരിടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവർക്ക് കീഴടങ്ങുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. എത്ര നക്സലൈറ്റുകളെ വെടിവെച്ചു കൊന്നു, അതിൽ ചിലതൊക്കെ കൊലപാതകവും വിവാദവുമായിട്ടുണ്ട്. ഫേക്ക് നരേറ്റീവ് അല്ല, ഫേക്ക് എൻകൗണ്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റൂത്ത്ലെസ്സായിട്ട് പെരുമാറേണ്ടടുത്ത് പിണറായി വിജയൻ അത് ചെയ്യാനറിയാം, കേരള പോലീസിന് അങ്ങനെ പെരുമാറാനും അറിയാം. അപ്പം ഇപ്പുറത്ത് ഈ അളവ് കൊടുക്കുന്നത് മനഃപൂർവ്വമാണ്, അല്ല അത് സംഭവിച്ചു പോകുന്നതൊന്നുമല്ല. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം കഴിഞ്ഞിട്ട് അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയനാണ് പറഞ്ഞത് അല്പം പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് പരസ്യമായിട്ടാണല്ലോ പറഞ്ഞത്. ധൃതി പിടിച്ചൊന്നും പോകണ്ട, പതുക്കെ പോയാൽ മതി. അത് എന്തായിരുന്നു ആ സിഗ്നൽ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ഭരണാധികാരി പോലീസിനോട് ഭരണാധികാരി എടുത്ത തീരുമാനം അല്ലെങ്കിൽ കോടതി എടുത്ത തീരുമാനം അത് ഏറ്റവും വേഗം നടപ്പിലാക്കാനാണ് പറയുന്നത്. അല്ലാതെ പതുക്കെ പോയാൽ മതി എന്ന് ഒരാൾ പോലീസുകാരോട് പറയാറില്ല. എടോ വേഗം വാ, വണ്ടി വേഗം ഓടിക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത്. പതുക്കെ പോയെന്ന് പറയുക എന്ന് വെച്ചാൽ അതിനർത്ഥം വലിയ ആക്ഷനൊന്നും എടുക്കണ്ട, ചെറിമയത്തിലൊക്കെ പോയാൽ മതി. ഇങ്ങനെയുള്ള ഉഴപ്പ് ഇത് മാവോവാദികളുടെ കാര്യത്തിൽ ചെയ്യില്ല. അവരെ തീർത്ത് കളയും പിണറായി വിജയൻ. അതിന് പ്രത്യേകം സേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് പിണറായി വിജയൻ ചെയ്യുന്നത് ഇപ്പുറത്ത് ചെയ്യുന്നതിനോടുള്ള ഒരു അവർക്കുള്ള ആനുകൂല്യമാണ്. ഈ നമ്മുടെ ഭാരതത്തിലുള്ള ഒരു ധർമ്മസങ്കടം പലപ്പോഴും വരുന്നത് ലോ ആൻഡ് ഓർഡർ സംസ്ഥാനങ്ങളുടെ കയ്യിലാണ്. കേന്ദ്രത്തിന് ഡയറക്റ്റ് ഇടപെട്ടുകൂടാ, അല്ലെങ്കിൽ സംസ്ഥാനം ഇടപെടാൻ ആവശ്യപ്പെടണം. ഈ സംസ്ഥാനം ആവശ്യപ്പെട്ടില്ല എന്ന് വെച്ചോ, ലോ ആൻഡ് ഓർഡർ ഈസ് ഗോയിങ് ടു ഡോഗ്സ്. കംപ്ലീറ്റ് അരാജകത്വമായി. കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ? പറ്റില്ല. കാരണം ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിൻ്റെയാണ്. പിന്നെ കേന്ദ്രം എന്ത് ചെയ്യണം? 356 വകുപ്പ് പ്രകാരം
ഒരു സംസ്ഥാനത്തെ പിരിച്ചുവിട്ടിട്ട് അധികാരം ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ ആ സെക്കൻഡിൽ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു സംസ്ഥാനം ഔട്ട് ഓഫ് കൺട്രോൾ പോയാൽ, ഒരു സംസ്ഥാനത്തിൽ വിഘടനവാദം, അരാജകത്വം ഇത് നടമാടിയാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് നിലവിലുള്ളത്. ഇത് രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ മൊത്തത്തിൽ കാണുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, കേന്ദ്ര സർക്കാരിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി വഴി, ഭരണഘടന വഴി, ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് വഴി. ഫെഡറൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു വാക്ക് ഭരണഘടനയിൽ ഇല്ല. അത് വെറുതെ തെറ്റിദ്ധാരണയാണ്. രാഷ്ട്രീയക്കാരെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വാക്കാണ് ഫെഡറലിസം. അങ്ങനെ ഒരു വാക്ക് ഭരണഘടനയിൽ ഇല്ല, അത് മനസ്സിലാക്കുക. ഈ കള്ളം ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. ഏതായാലും ഞാൻ ആ വാക്ക് പറയുന്നില്ല. മറ്റേത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും കേന്ദ്ര സർക്കാരിന് ഈ ഓവർ റൈഡിങ് പവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് മുകളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ അവസ്ഥയിൽ കേന്ദ്രത്തിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം വേണമെങ്കിൽ ഇൻഡിപെൻഡൻ്റായ ഒരു ഏജൻസി കയ്യിലുണ്ടാവണം. ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് നോക്കൂ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഡയറക്റ്റ് കയറി ഇടപെടാൻ പറ്റുമോ? ഇൻകം ടാക്സ് ഉണ്ട്, എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. CBIയുടെ കൈ കെട്ടപ്പെട്ടു. കാരണം CBIക്ക് ഒരു സംസ്ഥാനങ്ങളുടെ അനുമതി ഉണ്ടെങ്കിലേ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. പെർമനൻ്റ് അനുമതി കൊടുത്തിരുന്നു സംസ്ഥാനങ്ങൾ, ഓരോരുത്തരായിട്ട് അത് പിൻവലിച്ചു. മമതാ ബാനർജി ആയിരുന്നു അതിൻ്റെ മാതൃക. തൊട്ട് പിന്നാലെ പിണറായി വിജയൻ പിൻവലിച്ചു. ഇപ്പോൾ പിണറായി വിജയൻ കൊടുത്താൽ CBIക്ക് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ പറ്റില്ല. ഇതല്ലെങ്കിൽ ഹൈക്കോടതി പറയണം. ഹൈക്കോടതിയിൽ നിന്നൊരു CBI അന്വേഷണം കിട്ടാനായിട്ട് എത്ര വർഷം എടുക്കും? പലപ്പോഴും ഇനിഷ്യൽ സ്റ്റേജിൽ കോടതി പറ്റില്ല എന്ന് പറയും. ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമില്ലാതെയും പോവും. ഇങ്ങനെ ഒരു സെൻട്രൽ ഏജൻസിക്ക് ഇടപെടാനുള്ള പരിമിതികൾ വർദ്ധിച്ചു വരുന്നു. അതനുസരിച്ച് സെൻറ്റർ അതിൻ്റെ താല്പര്യം, മൊത്തം രാജ്യ താല്പര്യം സംരക്ഷിക്കാനായിട്ട് അവർ പുതിയ സ്പേസ് കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ NSGയുടെ വരവ് കാണേണ്ടത്. NSG വാസ്തവത്തിൽ 1986 നമ്മളുടെ രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടാക്കിയതാണ്. 85-ലോ 86-ലോ മറ്റോ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന്. പക്ഷേ ആ സാധനത്തിന് വലിയ പല്ലും നഖമൊന്നുമില്ലാതെ കിടന്നു. VIP-കൾക്ക് എസ്കോർട്ട് പോവുക, ഇങ്ങനത്തെ ജോലിയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ NSG ചെയ്തിരുന്നത്. സിനിമയിലെ കാണുന്നില്ലേ, ബ്ലാക്ക് കാറ്റ്സിൻ്റെ അകമ്പടിയോടെ. അപ്പോൾ പൊളിറ്റീഷ്യൻസിനൊക്കെ അത് വലിയൊരു സ്റ്റാറ്റസാണ്, ബ്ലാക്ക് കാറ്റ്സിൻ്റെ ചുറ്റും നിൽക്കുന്നു എന്നൊക്കെ. ഇങ്ങനത്തെ പൊങ്ങച്ചത്തിനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ 2008-ലെ മുംബൈ സ്ഫോടനം വരുന്നത്. ഈ മുംബൈ സ്ഫോടനം ഇപ്പോൾ ഈ ചർച്ചയിലിരിക്കുന്ന അബ്ദുള്ള ചിലപ്പോൾ RSS വരെ നടത്തിയ സ്ഫോടനമാണെന്ന് പറയും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വാദമായിരിക്കും അത്. സ്ഫോടനം ആര് നടത്തിയതും ആയിക്കോട്ടെ, അപ്പോൾ സ്ഫോടനം ആരോ നടത്തിക്കോട്ടെ, നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പോൾ അന്ന് ഹരിയാനയിലെ മാനേസറിലാണ് NSGയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അവിടെ നിന്ന് ഇവർ ബോംബെയിൽ വരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് ബഹളമായി. അങ്ങനെയാണ് ഈ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മളെ സിറ്റികളെല്ലാം തന്നെ ഭീകരാക്രമണത്തിന് വിധേയരാകാൻ സാധ്യതയുണ്ട്. കാരണം മുംബൈ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു, നാളെ കൽക്കത്ത ആയിരിക്കാം, ഹൈദരാബാദ് ആയിരിക്കാം, ചെന്നൈ ആയിരിക്കാം. ഇങ്ങനെ ബിസിനസ് സെൻറ്ററുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് NSG യൂണിറ്റുകൾ അവിടെ വെച്ചു. ഫോർ പൊളിറ്റിക്കൽ റീസൺസ് എന്ന് വെച്ചാൽ ഈ ഭീകരാക്രമണം എന്ന് പറയുന്ന അതിന് എക്കണോമിക് തലസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വിട്ടിട്ട് റിലീജിയസ്ലി ആൻഡ് അതർവൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഡെമോഗ്രാഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ കേരളം എടുക്കുക. കേരളത്തിൽ എൻ്റെ ഒരു കൺവെൻഷണൽ ഇതനുസരിച്ച് 2011-ലെ സെൻസസിൽ 27% മുസ്ലിങ്ങൾ. ഇപ്പോൾ ഏകദേശം 35, 32 ഒക്കെ വരും, 35 വരും ആയിരിക്കും. ഇതൊരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റിൻ്റെ അടയാളമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ എല്ലാം ഒരു ഇസ്ലാമിക വീറ്റോയ്ക്ക് വിധേയമാകുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൻ്റെ സകല തീരുമാനങ്ങളും ഈ ട്രഡീഷണൽ മുസ്ലിം ലീഡർഷിപ്പ് ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെയൊക്കെ, അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് പുതിയ ആൾക്കാർ വരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പിന്നെ താടിയും തലക്കെട്ടുള്ള കുറേ ആൾക്കാർ, സമസ്ത, ഇവർ ഇതുപോലൊക്കെയുള്ള ആൾക്കാർ മുന്നിൽ വരുന്നു. അവരുടെ കയ്യിലേക്ക് മാറുന്നു. പേരിന് മുസ്ലിം ലീഗുണ്ട്, അവരുടെ പണക്കാട് തങ്ങളുണ്ട്, അവർ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളുടെ ഒരു വീറ്റോ
ഏകദേശം രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് സമുദായത്തിൻ്റെ കയ്യിലേക്ക്, സമുദായത്തിൻ്റെ മത നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് പോയിരിക്കുന്നു. അവരെ എല്ലാവരും ഭയപ്പെട്ട് തുടങ്ങിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവരെയൊക്കെ കാണുമ്പോൾ ഓച്ചാനിക്കും ഇവരോട് വലിയ കാര്യമായിട്ട് അവരുടെ പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ എന്തെഴുതി എന്നൊക്കെയുള്ളത് മലയാള മനോരമയുടെ മാതൃഭൂമിയുടെ മുഖപ്രസംഗം പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിലുള്ള അസൂയ കൊണ്ടല്ല ഞാൻ പറയുന്നത്. അവർ പ്രോമിനൻസിൽ വന്നിരിക്കുന്നു. ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് വിസിബിളായിരിക്കുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ സ്നേഹിതൻ അബ്ദുള്ള പറഞ്ഞു ഹമാസ് സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. വെൽ ടേക്കൺ. സ്വാതന്ത്ര്യ സമരം അവിടെ മാത്രമാണോ നടക്കുന്നത്? ആസാദ് കാശ്മീർ എന്ന പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ അവിടെ ബഹളം നടക്കുന്നുണ്ട്. അവർ നിങ്ങൾ സ്വാഗതം ചെയ്യുമോ? ബലൂചിസ്ഥാനിൽ നടക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്. ചൈനയെപ്പറ്റി, ചൈന സ്ഥലം കൊണ്ടുപോയതിനെ പറ്റി അദ്ദേഹം സങ്കടപ്പെട്ടു. ഞാനും മനസ്സിലാക്കുന്നു, എനിക്കും സങ്കടമുണ്ട്. ബട്ട് ചൈനയിലെ സിങ്കിയാങ് പ്രോവിൻസിൽ ഇതുപോലെ മുസ്ലിങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്നു. അവിടുത്തെ അവസാനത്തെ മുസ്ലിം പള്ളി ഇവരെ പൊളിച്ചിരിക്കുന്നു. എന്താ ചൈനയ്ക്കെതിരെ ഒരു പ്രകടനം നടക്കാത്തത്? ബർമ്മയിലാണല്ലോ നമ്മളുടെ ഇവർ റോഹിംഗ്യ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ അവിടെ നിന്ന് ഓടിപ്പിച്ചപ്പോൾ ബർമ്മയ്ക്കെതിരെ ഒരു പ്രകടനം നടത്താൻ എന്താ? ബർമ്മയ്ക്കെതിരെ പ്രകടനമില്ല, ചൈനയ്ക്കെതിരെ പ്രകടനമില്ല, പാകിസ്ഥാനെതിരെയില്ല, അഫ്ഗാനിസ്ഥാനെതിരെയില്ല. അസർബൈജാനിൽ നിന്ന് 1.25 ലക്ഷം ക്രിസ്ത്യാനികളെ അടിച്ചോടിച്ചപ്പോൾ അവർക്ക് ഐക്യദാർഢ്യമില്ല. പാലസ്തീൻ ഐക്യദാർഢ്യം, ഹമാസ് പാല് പോലെ വെളുത്ത സംഘടന എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. ഇത് തർക്കത്തിനൊക്കെ വേണ്ടി അംഗീകരിച്ചാൽ പോലും ഇതുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് കേരളത്തിൽ വരേണ്ടത് ആവശ്യമാണ്. കാരണം ഈ വക അപകടകരമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരും ഒരു സെക്ടേറിയനായിട്ട് ചിന്തിക്കുന്നവരും തനിക്കിഷ്ടപ്പെട്ടവർ സ്വാതന്ത്ര്യ സമര സേനാനികളും അല്ലാത്തവർ ഭീകരവാദികളും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ദാറ്റ് ഈസ് ദ വെരി റീസൺ ദ ത്രേ ഫോർ ഇൻവൈറ്റിംഗ് NSG. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.